പ്രതീക്ഷകൾക്കൊടുവിൽ നമ്മുടെ എമ്പുരാൻ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം റിലീസായിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2-3 ദിവസം കഴിഞ്ഞു. ഞാൻ പടം കണ്ടു, അമല് പടം കണ്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എമ്പുരാന്റെ റിവ്യൂ എങ്ങനെയാണ്? ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ എങ്ങനെയാണ്? എമ്പുരാൻ ശരിക്കും ഫസ്റ്റ് ഞാൻ കണ്ടിറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന മൊമെന്റ് എനിക്ക് തോന്നി അടിപൊളി പടമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ഫ്ലോസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലൂസിഫർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തിൽ പടത്തിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട്. കാരണം ലൂസിഫർ നമ്മൾ ആ ഒരു സ്കൈ ഹൈപ്പിൽ കണ്ട പടമാണ്, അത് നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ വീക്കാണ് പടം. പക്ഷെ അതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആയിട്ട് നോക്കുമ്പോൾ ഒരു ഡീസന്റ് പടമാണത്. ഇപ്പൊ എന്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഐ വാസ് എക്സ്പെക്ടിങ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ബട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എനിക്ക് കണ്ടിട്ടില്ല. അതായത് ഒരു ചെറിയൊരു പോർഷൻസ് മാത്രം. ബട്ട് മാക്സിമം എനിക്ക് എന്താ മിസ് ചെയ്തെന്ന് വെച്ചാൽ സ്റ്റീഫൻ, കാരണം ലൂസിഫറിൽ അമല് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പീക്കായിട്ട് എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടറാണ് സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പം അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി മേക്കിംഗ് വൈസും ഈവൻ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും അവരുടെ റോളില് ഡെഫിനറ്റ് ആയിട്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു കാര്യം മാത്രം എനിക്ക് മിസ് ചെയ്തു. അത് മാത്രമാണ് എനിക്ക് ഒരു വിഷമമായിട്ട്. മേക്കിംഗ് വൈസ് നമുക്കൊന്നും അത്ര കിടലായിട്ട് എടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. ലൂസിഫറിൽ തോന്നിയ ഒരു മിസ്റ്ററി നമുക്ക് എമ്പുരാനിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം ലൂസിഫറിലെ ലാലേട്ടൻ, അതായത് എബ്രാം ഖുറൈഷി എന്ന് പറയാൻ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ അത് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നേരിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പ്രെഡിക്റ്റബിലിറ്റി കുറവായിരുന്നു. എല്ലാം ഈ പറയുന്ന പോലെ പ്രെഡിക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഈ മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതെ. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ റിവ്യൂ, ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാ? ഇപ്പൊ ഇൻ കേസ് പറയുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പടം കണ്ടതിന് ശേഷം മാത്രം റിവ്യൂ പറയാം. നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. കാണാത്തവരും പോയിട്ട് കാണുക. മേക്കിംഗ് വൈസ് അതുപോലത്തെ ഒരു മലയാള സിനിമ ഇതുവരെ വന്നിട്ടില്ല. ഡെഫിനറ്റ് ആയിട്ടും. കാരണം അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് പൈസ വർത്താണ്. അപ്പൊ കണ്ടിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷൻ ചെയ്യാം.